ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പം ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ചായയൊക്കെ ഇട്ട് എല്ലാവർക്കൊക്കെ കൊടുത്തതിന് ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. ഇന്ന് കടലക്കറിയാണ് വെക്കുന്നത്. കടലക്കറിയുടെ ദോശ ഉണ്ട്, ദോശയുടെ മാവ് കുറച്ചിരിപ്പുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ അത് തികയൂല, അതുകൊണ്ട് ദോശയും കുറച്ച് പുട്ടും ഉണ്ടാക്കുന്നുണ്ട്. രണ്ടിൻ്റെ കൂടെയും കടല ചേരുമല്ലോ, കടലക്കറി. അതുകൊണ്ട് കടലക്കറി എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ, അതുകൊണ്ട് കടലക്കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റെഡിയാക്കി കൊണ്ട് വെച്ചിട്ട് വേണം എനിക്ക് മോനെ പോയി വിളിച്ചുണർത്താനായിട്ട്. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കാൻ വലിയ പാടാണ്. ആൾ രാത്രി വളരെ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി തന്നെ ഒരുപാട് നേരം കളിച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ആൾ ലേറ്റായിട്ടേ ഉറങ്ങും. എണീക്കാനും അതുപോലെ തന്നെ ഭയങ്കര താമസമാണ്. ഫുഡ് കഴിക്കാനാണെങ്കിൽ അതുപോലെ തന്നെ ഫുഡ് വായിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇറക്കേയില്ല. വെച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും അവ അതുപോലെ ഇരുന്നോളും. അങ്ങനെ ഇതുപോലെ എന്നെ പോലത്തെ അതേ ഇതിൽ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയണേ. അതുപോലെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കടലക്കറിയുടെ പരിപാടിയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉമ്മ പുറത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. അവിടെ കിച്ചൺ സൈഡിൽ ഒരു പേര മരമുണ്ട്, അവിടെ പേരയ്ക്ക പഴുത്തിപ്പുണ്ട്. അപ്പോൾ അത് പറിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ കടലക്കറിക്ക് വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ ഈ വീഡിയോ പറയാം. നമ്മുടെ കിച്ചണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴക്കമുള്ള കിച്ചനാണ്. കിച്ചൺ മാത്രമല്ല, വീട് തന്നെ നല്ല പഴക്കമുള്ള വീടാണ്. ഇവിടുത്തെ ഉമ്മയുടെ അത്രയും കാലഘട്ടം പഴക്കമുള്ള വീടാണ്. അപ്പം തന്നെ ഉമ്മക്ക് തന്നെ നല്ല പ്രായമുണ്ട്. അപ്പോൾ ഊഹിക്കാം എത്ര വർഷം പഴക്കമുള്ളതാണെന്ന്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് നമ്മളെ കല്യാണത്തിന് കുറച്ച് നാൾ മുന്നേ, എൻ്റെ കല്യാണത്തിന് കുറച്ച് നാൾ മുന്നെയാണ് റിനോവേറ്റ് ചെയ്തത്. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ 8 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നെയാണ് റിനോവേഷൻ നടന്നത്. അപ്പോഴും കിച്ചനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കിച്ചണിൽ അതിൻ്റേതായ പോരായ്മകൾ ഒരുപാടുണ്ട്. കബോർഡ്സും കാര്യങ്ങളെല്ലാം പ്രശ്നമാണ്. ഇത്രയും വർഷം പഴക്കമുള്ളതിന് ടൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല പഴക്കമുള്ള ടൈലുകളാണ്. നമ്മളിപ്പോഴത്തെ ഇതൊന്നുമല്ല, ഒരുപാട് പഴക്കമുണ്ട് കിച്ചൺ. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് ഫുള്ളായിട്ടൊന്നും കാണിക്കാത്തത്. കുക്കിംഗ് ചെയ്യുന്നതും കുറച്ച് ഷോർട്സുകളായിട്ട് മാത്രം ഞാൻ കാണിക്കുന്നത്. കാരണം നല്ല പഴക്കമുണ്ട്. അപ്പം പണ്ടത്തെ കിച്ചനാണ്, പണ്ടത്തെ ഇനിയിപ്പം പയ്യെ ഓരോന്നായിട്ടൊക്കെ ഒന്ന് ശരിയാക്കി ലെവൽ ചെയ്തൊക്കെ എടുത്ത് കൊണ്ടൊക്കെ വരണം. സാവകാശത്തിൽ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത്ര ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത കിച്ചനാണ് നമ്മളിപ്പം. അതുകൊണ്ടാണ് ഞാൻ അത് ഫുള്ളൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഞാനിവിടെ കടലയൊക്കെ കുക്കറിലോട്ട് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേവുമല്ലോ, ഒരുപാട് സമയം എടുക്കില്ല, പെട്ടെന്ന് വേവും. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്ത്രീകൾ ഈ ഫുൾ ടൈം ഇങ്ങനെ കിച്ചണിനകത്തോട്ട് കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾ ജോലി ചെയ്യുക, അപ്പോഴേ ജോലി ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, പിന്നെ അവിടെ നിന്ന് മാറുക. ചില ആളുകളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാവിലെ തൊട്ട് രാത്രി വരെയും കിച്ചണിനകത്ത് തന്നെ ഇങ്ങനെ കിടക്കണം. ജോലി ചെയ്താലും ചെയ്ത് കഴിഞ്ഞാലും ശരി തന്നെ പിന്നെയും അവിടെ തന്നെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നിൽക്കണം. എനിക്കത് ഇഷ്ടമുള്ള പരിപാടിയല്ല. നമ്മൾ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് നമ്മളെ ജോലി ചെയ്യുക, പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകുക, ക്ലീൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ ഫുൾ ടൈം കിച്ചണിനകത്ത് കിടക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് തീർത്തുക, ഒതുക്കുക, മാറുക, പോവുക. അതുപോലെ തന്നെ ടോക്സിക്കായിട്ടുള്ള കുറേ സ്വഭാവം പിടിച്ച കുറേ മനുഷ്യരുണ്ട്. അതായത് ഈ വളരെ മോശം അതായത് അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു ജോയിൻറ്റ് ഫാമിലി പോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ. അപ്പോൾ നമുക്കത് ഒറ്റയടിക്ക് നമ്മളെ പണി തീർത്ത് പോകാനൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. ബാക്കിയുള്ളവർ നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. ഇല്ലെങ്കിൽ അവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരാൻ തുടങ്ങും. നമ്മളിപ്പോൾ ചെയ്താൽ പോലും ചെയ്തെന്ന് ഉള്ള ഇത് വെളിയിൽ കാണില്ല. ഇനി നമ്മൾ ചത്ത് കിടന്ന് ചെയ്താലും ചില മനുഷ്യരങ്ങനെയാണ്.
നമ്മളിനിയിപ്പോൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും, നമ്മളിനിയിപ്പോൾ എത്ര പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലും അവരെ കണ്ണിൽ നമ്മൾ ഒന്നും അല്ലാത്ത രീതിയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ലൈഫിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ചിന്തിക്കണം. അതായത് ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു വലിയൊരു പാഠമാണത്. അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ തൃപ്തിയാണോ എന്ന് നോക്കുക. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ മതി. ബാക്കിയുള്ളവരെ പ്രോത്സാഹനം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ നല്ല പറഞ്ഞിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളെ ജീവിതം എങ്ങും എത്തില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ഇതെന്നൊക്കെ കേൾക്കാൻ കൊള്ളാം, പക്ഷേ നമ്മളെ ട്രാക്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് മോശം വരുന്നൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ നേരായ വഴി പോവുക. അതത്രയും നോക്കിയാൽ മതി. അല്ല ബാക്കിയുള്ളവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മളിനി എന്ത് ചെയ്തു കൊടുത്താലും അവർ ചെയ്തെന്ന് പറയാനും പോകുന്നില്ല. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ മാവൊക്കെ നനച്ചു. ഇപ്പോൾ പുട്ട് ഇത് ചിരട്ടപ്പുട്ടിൻ്റെ പാത്രമാണ്, അതായത് മറ്റേ നീളൻ പുട്ടുകുറ്റിയല്ല. അപ്പോൾ അതിനകത്ത് കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ പുട്ട് കുടത്തിന് ചെറിയൊരു അപാകത സംഭവിച്ചുകൊണ്ട് കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത്. കുക്കറിൻ്റെ മുകളിലെ വിസിൽ മാറ്റിയിട്ട് അവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് ആവി വന്നോളും. അപ്പം മോനും ഇക്കാക്കും ദോശ കൊടുത്തിട്ട് ഞാനും ഉമ്മായും പുട്ട് കഴിക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ദോശ ചുടാനായിട്ട്. പരിപാടികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. എന്നിട്ട് അരി അടുപ്പിലിട്ട് കൊടുത്ത് നമ്മളവിടെ അടുപ്പിലാണ് വെക്കുന്നത്. ചിലർ ഗ്യാസിലൊക്കെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. അതുപോലെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടാനായിട്ട് പറിച്ചുകൊണ്ട് വന്നാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ആ മരത്തിൽ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് തവണ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചെല്ലാം പരിപാടിയെല്ലാം കഴിഞ്ഞു. മീൻ കറിയും നത്തോലി പൊരിച്ചതും വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും മത്തൻ എരിശ്ശേരിയും ഉടച്ചതും അതുപോലെ തൈരും ഉണ്ടായിരുന്നു. തൈര് ഇക്കാക്ക മസ്റ്റാണ്. ഇക്കാക്ക മോനും തൈര് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ തൈര് കാണും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ മുമ്പോട്ട് വീഡിയോ ചെയ്യാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ബൈ ബൈ.